ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പ്രിൻസ് സ്ട്രീറ്റ് ഇതാണ്, പ്രിൻസസ് സ്ട്രീറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ചെയ്ത് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പകുതിയോളം ഷോപ്പുകൾ അടച്ചിട്ടൊക്കെയാണ്. ഡ്രസ്സുകളുടെ ഷോപ്പുകളുണ്ട് ഇവിടെ ഒരുപാട്. ഓർണമെൻറ്റ്സ്, ഡ്രസ്സുകൾ, ഓൾഡ് തിങ്സൊക്കെ. ഇതൊരു വലിയൊരു നല്ലൊരു റെസ്റ്റോറൻ്റാണ്, ജെട്ടി റെസ്റ്റോറൻറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ബിൽഡിങ്, കടകൾ, എല്ലാ കടകളും അടച്ചിരുന്നു. പകുതിയോളം കടകൾ മാത്രമേ ഓപ്പൺ ചെയ്തുള്ളൂ. ഇവിടെ ഒരു കടയുണ്ട്. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇത് ബർഗർ സ്ട്രീറ്റിലേക്കുള്ള സ്ഥലം. റെസ്റ്റോറൻറ്റ് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഇറങ്ങുന്നൊരു ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ആൾ കുറവായിരിക്കും, ഷോപ്പുകൾ കുറവ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് നടക്കാൻ പറ്റും. ആൾ ഭയങ്കര ഇവിടെ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ പോകുമ്പോൾ പ്രിൻസസ് സ്ട്രീറ്റിൽ തീർന്ന് ഇപ്പം നേരെ പോകും. നേരെ പോയിട്ട് അവിടെ ഒന്ന് കാണാൻ, അവിടെ ഒരു പള്ളിയുണ്ട്. പക്ഷെ നമ്മൾ ഓരോ എടുക്കാം. നമ്മൾ ഈ സ്ട്രീറ്റിലേക്ക് പോകുന്നു. ഇതൊരു ഹോട്ടലാണ്, കഫേ, ക്യൂ കഫേ, കൊച്ചി ക്യാപിറ്റൽ കഫേ. ഒരു അടിപൊളി ഹോട്ടൽ. നല്ല അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വീടുകളും ഹോട്ടലുകളൊക്കെ ഒരുമിച്ചുള്ളതാണ്. ഇതൊരു പഴയ ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല രസമുള്ള ഹോട്ടൽ. പൂവുകളും കായ്കളും എല്ലാം തൂക്കിയിട്ടിരിക്കുന്നു. ഇവിടെ ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതൊരു പഴയൊരു സ്കൂളാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയുള്ള മഞ്ഞ, റെഡ്, അടിപൊളി ഡിഫറെൻ്റ് കളർ, അടിപൊളി പൂവൊക്കെ ഉണ്ട് അവിടെ. ഇത് നല്ല രസമുള്ളൊരു വീട്. സ്വിറ്റ്സർലാൻഡിലേക്ക് ഇതേപോലത്തെ ഒരുപാട് വീടുകളുണ്ട്. അതാണ് പ്രത്യേക. വീട്ടിൽ തന്നെ കുറേ മരങ്ങൾ വെച്ചിരിക്കുന്നു അടിപൊളിയായിട്ട്. പിന്നെ ഇത് നമ്മളിപ്പോൾ പീറ്റർ സെല്ലി റോഡ് അടുത്ത് കൂടിയാണ് വളർന്നത്. നമ്മളിവിടെ ബ്യൂട്ടിഫുള്ളൊക്കെ. ഇതൊരു വലിയ മരം, അടിപൊളി മരം. ഇവിടെ ഒരു നല്ല വലിയ മരമുണ്ട്.
പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ തിരിഞ്ഞു വെച്ചു. ഇതൊക്കെ ഇതാണ് ആ വലിയ മരം. മരങ്ങളാണ്, ഫുൾ മരങ്ങളാണ് ഇവിടെ. എല്ലാം നല്ല വെട്ടിപിടിച്ചേക്കണം. പണ്ടത്തെ ഗവൺമെൻറ്റൊക്കെ ചെയ്തതിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ബ്രിട്ടീഷുകാരായിരിക്കും ചിലപ്പോൾ ഇതിപ്പോൾ ഒരു 50-100 വർഷമൊക്കെ പഴക്കമുള്ള ആയിരിക്കും മിക്കവാറും. അതൊക്കെ വെച്ച് പിടിച്ച് മരങ്ങൾ നമുക്കിപ്പോൾ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയൊരു ബിൽഡിംഗ് ഉണ്ട്, കാരണം പഴയ ബിൽഡിങ്, പഴയ സ്കൂളാണ്. 1817 നിർമ്മിച്ച സ്കൂള്. പിന്നെ ഇത് ബിഷപ്പ് ഹൗസ്, ഇതാണ് ബിഷപ്പ് ഹൗസ്. നേരെ അങ്ങോട്ട് പോകും. നേരെ ഈ വഴി ഊത് നോക്കിയ വലിയ മരം, അടിപൊളി വലിയ മരം, കാട്ടി മരം. നേരെ ഈ വഴി ഒരു പട്ടി ഉടമ്പുണ്ട്. പട്ടി നമുക്ക് പേടിയാണ്. ഇത് 1890 നിർമ്മിച്ച ബിൽഡിങ് കൊള്ളാം. പട്ടിക്കൂട്ടം നിൽക്കുന്നുണ്ട്, കടിക്കാൻ വേണ്ടി നിൽക്കില്ല. ഇതുണ്ട് നല്ല മഴ പെയ്ത് ഗ്ലാസ് പോലെ ഇരിക്കുന്ന കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന റോഡുകൾ നല്ല രസമായിട്ടുണ്ട്. അത് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഒരുപാട് ക്രിക്കറ്റ് ടീമുകളുണ്ട്. മഴയത്താണ് അവരുടെ കളി. പിന്നെ ഇവിടെ കുറച്ച് നല്ല അടിപൊളി ബിൽഡിങ്, ഇതൊക്കെ നല്ലൊരു രസമുള്ള ബിൽഡിംഗ് ആണ്. ചെറിയ വീടുകൾ. പിന്നെ ഇപ്പുറത്ത് കാണാൻ കുറച്ച് വീടുകൾ. ഇവിടെ നല്ല സൂപ്പറായിട്ട് നല്ല രസം ചെയ്യാം. കുറേ ബിൽഡിങ്ങൾ അങ്ങോട്ട് പോയി ഒരു ദിവസം അങ്ങോട്ട് പോകാം. കണ്ടോ, മഴ പെയ്തേക്കൊണ്ട് ആ റോഡുകളൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കും പോലെ ഉണ്ട്. വലിയ വലിയ മരങ്ങൾ, ഇതെല്ലാം വലിയ വലിയ വീടുകൾ, വലിയ മരങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാണാം. ഇവിടെയുള്ള വീടുകളൊക്കെ ഒരു 1800-കളിൽ 1700-കളിൽ നിർമ്മിച്ച വീടുകളാണ് എല്ലാം. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്നു, ഡച്ച് സെമിത്തേരി റോഡ്. നമ്മളവിടെ കയറുന്നില്ല, നമ്മൾ പോകുന്നത് ഈ ലെഫ്റ്റിലൂടെ കയറി അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെയാണ്. ഇവിടെ നിന്നപ്പോൾ നമ്മൾ പിന്നെയും അടുത്തെത്തി, നേവൽ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് നടപ്പുണ്ട്. ഇവിടുത്തെ ബിൽഡിങ് നല്ല വലിയ ബിൽഡിങ്ങുകളാണ്, എല്ലാം യൂറോപ്യൻ സ്റ്റൈൽ ബിൽഡിങ്ങാണ്. കാരണം അവരാണല്ലോ ഇവിടെ വന്നത്. പോർച്ചുഗീസും ബ്രിട്ടീഷ് ആൾക്കാരാണ് ഇവിടെ വന്ന് നിർമ്മിച്ച വീടുകളൊക്കെ ഉള്ളത്. എല്ലാം അതേപോലത്തെ സ്റ്റൈലുകൾ. ഇതൊരു ഓൾഡ് ബിൽഡിങ്,
അടിപൊളി. ഇതൊക്കെ ഒരു നല്ല രസമുള്ള ബിൽഡിങ്ങാണ്. പഴയ ബിൽഡിങ്ങൾ. ഷോപ്പ് ഒരു പഴയ ബിൽഡിങ്ങാണ്. നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്. Crazy people, crazy youngers. ഇത് കൊള്ളാം. ഇതൊരു 800കളിൽ നിർമ്മിച്ച നല്ല രസമുള്ള ഒരു വീട്. പള്ളിയുണ്ട് കേട്ടോ, അവിടെ CSI പള്ളി. പക്ഷെ നമുക്ക് കയറാൻ അവിടെ കുറേ ആൾക്കാരെയും ഉണ്ട്, അതുകൊണ്ട് കയറാൻ പാടാണെന്നാണ് സംശയം. നമ്മളങ്ങനെ നമ്മൾ നേരെ വഴി മാറിപ്പോകുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് ഇവിടെ കൂടി പോകുമ്പോഴാണ് ആ ഇതുള്ളത്. എല്ലാം മരങ്ങൾ. ഇതൊരു വലിയ ബിൽഡിങ്ങാണ്. പണ്ടത്തെ ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമാണ്. ബംഗ്ലാവ്, ഡച്ച് ബംഗ്ലാവാണ്. നല്ല മരങ്ങൾ, അടിപൊളി. നല്ല രസമുണ്ട് നടക്കാനും. നല്ല ഹാം ആൻഡ് കോയിറ്റ് പ്ലേസാണ്. നടന്ന് നല്ല ശരിക്കും ഇങ്ങനത്തെ സ്ഥലമൊക്കെ കൊച്ചിയിലുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഇതാണ്. ഇതിന് കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഉണ്ടോ? നമ്മളൊരു സ്വിറ്റ്സർലൻഡ് വില്ലേജ് നടക്കുമ്പോഴത്തെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു വില്ലേജിൽ നടക്കുന്നൊരു ഫീലിംഗ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടേക്ക് നടക്കുന്നതൊക്കെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. കാരണം എല്ലാം അതേപോലത്തെ ബിൽഡിങ്ങുകളാണ്, നല്ല രസമുള്ള ബിൽഡിങ്ങുകൾ. ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇവിടെയൊക്കെ അത് തന്നെയല്ല, ആ ഒരു അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഇല്ല. അത് ലുക്ക് ഇത് പള്ളിയാണെന്നോ കണ്ടിട്ട്. അല്ലട്ടെ, പള്ളിയുടെ ഒരു ഹൗസാണ്. പണ്ടത്തെ സ്കൂള്. ഇതെന്നാ ബിൽഡ് ചെയ്യുന്നില്ല. 1945. ഇത് കൊള്ളാതെ തന്നെ. എന്തോ ബംഗ്ലാവ്. ബിഷപ്പ് ഹൗസ്. ഇത് നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ട ബിഷപ്പ് ഹൗസ് കണ്ടത്. അല്ല, ഇത് വേറെ ബിഷപ്പ് ഹൗസ് ആണ്. Look at that, how big is really great. ഹെറിറ്റേജ് ഫോർട്ട്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയെന്നുള്ള സംശയമാണ്. നമ്മളിപ്പോൾ CSI ഹെറിറ്റേജ് ബംഗ്ലാവ്. ഇവിടെയൊക്കെ ആയിരിക്കും പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ചതും അങ്ങനെയുള്ള കാര്യം. അന്ന് വേറെ വീടുകളും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയായിരിക്കും താമസിച്ചത്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. എത്തിയെന്നല്ല, പകുതിയായി. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. അടിപൊളി ബിഷപ്പ് ഹൗസ്. രസം. നല്ല വലിയ ഹൗസുകൾ. സൂപ്പർ ബിഷപ്പ് ഹൗസ്.
ഇവിടെ നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നു. നല്ല ഡ്രസ്. ഇതാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഫിറോസ് സ്ട്രീറ്റ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് where I am. Okay. Oh yeah, here one ground. Here. Oh, it's nice place. Look at that. Quarters. ഇവിടെ കുറേ ക്വാർട്ടേഴ്സുള്ള സ്ഥലമുണ്ട്. വാവ്, ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നല്ല ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലം. അത് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. ലുക്ക് വെരി ഗുഡ്. റാംപറ്റ് റോഡ്. റോഡ് നല്ല രസമാണ്. അടിപൊളി. അതിപ്പോൾ ഞാൻ വന്ന സ്ഥലത്തേക്ക് അടിപൊളി. ഇപ്പം ഞാൻ വന്ന സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ആ വഴി പോയിട്ട് അങ്ങനെ പോകും. ആഹാ, വെരി ഗുഡ്. ശരിക്കും പറഞ്ഞാൽ പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തി, അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്.